പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അനുചരന്മാരോട് പറഞ്ഞു, ഒരു കുട്ടിയും ശുദ്ധ പ്രകൃതിയിലല്ലാതെ ജനിക്കുന്നില്ല. പിന്നീട് അവന്റെ രക്ഷിതാക്കളാണ് അവനെ മജൂസിയും ജൂതനും ക്രൈസ്തവനും ഒക്കെ ആക്കി മാറ്റുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരിക്കലും ഒരു മതങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഈ മതങ്ങളുടെ എല്ലാം ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുകയും മാനുഷികമായിട്ടുള്ള എല്ലാ ചൂഷണത്തിലേക്കും വഴി തെളിക്കുകയും ചെയ്തിട്ടുള്ള മതങ്ങളാണ് ഇതെല്ലാം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദൈവ വിശ്വാസമാണെങ്കിൽ പോലും പിന്നീട് പൗരോഹിത്യത്തിനും മറ്റ് പലതരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാവുകയും അങ്ങനെ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ മതത്തിനെ ഉപയോഗിച്ചതായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതി പടച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട് ഏകദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആളുകൾക്ക് നീതിക്കും നന്മക്കും വേണ്ടി നിലകൊള്ളണം എന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ്. പക്ഷേ അവരുടെ രക്ഷിതാക്കളാണ് അവരെ പലതരത്തിലുള്ള രീതിയിലേക്ക് മാറ്റുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നമ്മൾ ഒരിക്കലും അത്തരം രക്ഷിതാക്കളാവാതിരിക്കുക. എന്താണോ സത്യം അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. നീതിയുടെ കാവലാളുകളായി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായിട്ട് നമ്മളുടെ മക്കൾ വളരട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.